എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംപാത്ത് അല്ലെങ്കിൽ എമ്പതി എന്താണ്? നമ്മളൊരു എംപാത്ത് ആണോ അല്ലെങ്കിൽ ഒരു എമ്പതി ഉള്ള ഒരു ആളാണോ നമ്മുടെ ജീവിതത്തിൽ? എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ ഫീലിങ്ങിനെ മനസ്സിലാക്കി അവരോട് പ്രവർത്തിക്കാനുള്ള പ്രത്യേക കഴിവിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ആയിട്ട് വളരെയധികം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഗുണമാണ് എമ്പതി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുട്ടികളോട് കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ മനസ്സോടുകൂടി അവരോടുകൂടെ പെരുമാറുന്നു, മുതിർന്നവരോടുകൂടി ആയിരിക്കുമ്പോൾ അവരോടുകൂടെ പെരുമാറുന്നു, സ്ത്രീകളോടുകൂടി ആകുമ്പോൾ സ്ത്രീകളുടെ മനസ്സോടുകൂടി പെരുമാറുന്നു, പുരുഷന്മാരോടുകൂടി ആകുമ്പോൾ പുരുഷന്മാരോടുള്ള മനസ്സോടുകൂടി പെരുമാറുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, ഒരു ഡയലോഗ് പോസിബിൾ ആക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതി നമ്മുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ വളരെയധികം സഹായിക്കുന്നു, അത് കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എമ്പതി ഉള്ള ആളുകളാണോ, അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മളെ തന്നെ ബ്യൂട്ടിഫുൾ ആയി പ്രസന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി എമ്പതി അഭിനയിക്കുകയാണോ എന്നുള്ളത് കൂടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോ എന്താ പറയാ, നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനിവിടെ വീഡിയോ ചെയ്യാനായിട്ട് വരുമ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ പ്രസന്റ് ആക്കുകയും വളരെയധികം നൈസർഗിക വാസനയോടുകൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വ്യക്തിയാണോ, എന്റെ ജീവിതത്തിൽ ഓൾ ത്രൂ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ദൈനംദിന ലൈഫ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലതരം സാഹചര്യങ്ങളിലുള്ള ആളുകളാണ്. ജോലിക്ക് പോകുന്ന ആളുകളാണ്, ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികളാണ്. അപ്പൊ അങ്ങനെ പലതരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമുക്ക് അതിൻ്റെതായ സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ അനുഭവിച്ചു എന്ന് വരാം. ഇപ്പൊ ജോലി സ്ഥലത്ത് അതിൻ്റെതായ സ്ട്രെസ്, ഫാമിലിയിൽ അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിൽ അതിൻ്റെതായ സ്ട്രെസ്. അപ്പൊ ഈ സ്ട്രെസ്സസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇതിനെ എല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് വളരെ പ്രസന്റ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അവിടെ ചെയ്യുന്നത് സപ്രഷൻ എന്നൊരു പ്രോസസ്സാണ്. ഈ ഫീലിങ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ കൂട്ടി കൊണ്ടുവന്ന് എപ്പോ വേണമെങ്കിലും അതൊരു ഔട്ട്ലെറ്റ്, പൊട്ടിത്തെറിയാകാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പൊ ഇവിടെ ഒരു എമ്പതി എന്നുള്ള സാഹചര്യത്തിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ നമുക്കൊരു നെഗറ്റീവ് അലാറം തരികയാണ്, അല്ലെങ്കിൽ ഒരു റെഡ് അലാറം തരികയാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സറിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളത്. അപ്പൊ പലതരത്തിലുള്ള സ്ട്രെസ്സറുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ നമ്മുടേതല്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടേതായതോ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ, എമ്പതി ഒരു 25% വേണമെങ്കിൽ നമ്മൾ എമ്പതി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ബാക്കി 75% നമ്മുടെ സ്ട്രെസ്സും അല്ലെങ്കിൽ ഡെയിലി ജീവിതത്തിലുള്ള കാര്യങ്ങളും മുഖേന നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലാവുകയും നമ്മൾ മറ്റുള്ളവരുടെ അഭിനയിക്കേണ്ട സാഹചര്യം വരികയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് കൂടുതൽ എമ്പതി വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും? അപ്പൊ എമ്പതി വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഇന്റർപേഴ്സണൽ സ്കില്ലിനെ വളർത്തുന്ന കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻട്രാപേഴ്സണൽ സ്കില്ലിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഇൻട്രാപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് നോളജ് തന്നെയാണ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു അറിവാണ്. നമുക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചും ഒരു അറിവ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള വസ്തുത മൂലം. അപ്പോ അവരെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളെ കുറിച്ച് നല്ലൊരു അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻട്രാപേഴ്സണൽ റിലേഷൻ നമ്മളെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷനിലേക്ക് നയിക്കുകയും അവിടെ നമുക്ക് നല്ലൊരു വ്യക്തിത്വം കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയുള്ള വ്യക്തികളിലാണ് കൂടുതൽ എമ്പതി കണ്ടുവരാത്തത്? നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ ചിലപ്പോൾ എമ്പതി കണ്ടുവരില്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ചെയ്യാനും അവരുടെ ജീവിതത്തിൽ സന്നദ്ധരാണ്. അവരുടെ ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റി ഡിസോർഡർ മൂലം അവര് പല രീതിയിൽ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഒട്ടും എമ്പതി ഉണ്ടായിരിക്കില്ല. അവർ ചിലപ്പോൾ എമ്പതി ആക്ട് ചെയ്ത് അവരുടെ കാര്യം നടന്നതിന് ശേഷം യൂസ് ആൻഡ് ത്രോ
ഒരു കൾച്ചറിലൂടെ അവർ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾക്ക് എമ്പതറ്റിക് ആവുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഇവിടെ ആ ഒരു വ്യക്തി ഒന്നുകിൽ സെൽഫ് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഹെൽപ്പ് തേടി ഈ ഒരു ഡിസോർഡറിനെ കണ്ടെത്തുകയും അതിലേക്ക് ഒരു ഇൻസൈറ്റ് വളർത്തിയെടുക്കുന്നതും വഴി അദ്ദേഹത്തിന് അവരുടെ ആ ഒരു പ്രത്യേക സ്വഭാവത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ വൺ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കാനായിട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പൊ ഒരു പ്രത്യേക അഡിക്ഷൻ മൂലം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ എപ്പോഴും അവരുടെ അഡിക്ഷനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നേക്കാം. അപ്പോ അവർക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് തിരിച്ചു വരാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തമായ സെൽഫ് നോളജോടുകൂടി അതിൽ നിന്ന് തിരിച്ചു വരാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരുടെ ലൈഫിനെ ഒരു പുതിയ മാനത്തോടെ, ഒരു പുതിയ പെർസ്പെക്റ്റീവോടെ കാണാനും സാധിക്കും. നമ്മുടെ തന്നെ ലൈഫിനെ വളരെ പെർസ്പെക്റ്റീവോടുകൂടി കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ലൈഫിനെ നമുക്ക് വളരെ നല്ലൊരു പെർസ്പെക്റ്റീവോടുകൂടി കാണാനായിട്ട് സാധിക്കും. പിന്നെ സെൽഫ് റെസ്പെക്ട് തോന്നുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫീലിങ്ങിനെ വളരെയധികം റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്ങിനെയും നന്നായി റെസ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നാർസിസ്റ്റിക് ടെൻഡൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളവരിൽ ചിലപ്പോ എമ്പതിയുടെ പ്രശ്നം ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുമുട്ടാം. അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളുകളിലും ചിലപ്പോ ഇതിന്റെ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിലും ഇത് ചിലപ്പോ കുറഞ്ഞ് ഒരു സെൻസ് ഓഫ് എമ്പതി അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഓട്ടിസം പോലുള്ള കാര്യങ്ങളിൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ വഴിയാണ് അവർക്ക് ഇത് ഉണ്ടാവുന്നത്. മറിച്ച് നാർസിസ്റ്റിക് പ്രോബ്ലംസോ അങ്ങനെയുള്ള ആളുകൾക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളും നാർസിസ്റ്റിക് ടെൻഡൻസിയെയും കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ എടുത്തുകൊണ്ട് നമ്മുടെ ഒരു ലൈഫിനെ നമുക്ക് എമ്പതറ്റിക്കൽ ആക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നത് വഴി മറ്റുള്ളവരെ കൂടെ മനസ്സിലാക്കാനും ആ ഒരു ഇൻട്രാപേഴ്സണൽ റിലേഷൻ നമ്മളൊരു ഇന്റർപേഴ്സണൽ റിലേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഡെയിലി ഇൻട്രോസ്പെക്ഷനിൽ നമുക്ക് നമ്മളെ തന്നെ വിധേയരാക്കാം. അതുവഴി നമ്മുടെ ഫീലിങ്ങിനെ തന്നെ ഒബ്സർവ് ചെയ്യുകയും നമ്മളെ തന്നെ പഠിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് എമ്പതറ്റിക് ആയിട്ടുള്ള ഒരാളായി മാറുവാനും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.